ഇന്ന് വെക്കേണ്ട കറികളെ പറ്റി ഇന്നലെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു. ഒരു ദിവസം സാമ്പാർ വെച്ചാൽ അന്നത്തെ ഡേ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സാമ്പാർ തന്നെ ശരണം. സാമ്പാർ ആണെങ്കിൽ ഉച്ചക്കത്തേക്ക് ഒന്നെങ്കിൽ മീൻതോരൻ വെക്കും, അല്ലെങ്കിൽ മീൻ വറക്കും. സജിയമ്മയുടെ കോമ്പിനേഷനാണ് ഇപ്പോൾ എന്റെയും. സോ ഇന്ന് സാമ്പാറാണ് മീൻ പറ്റിച്ചത്. ഈ മലക്കറി തീരാറാകുമ്പോൾ ബാക്കി വരുന്നത് എല്ലാം കൂടി വെട്ടിക്കൂട്ടിയിട്ട് സാമ്പാർ വെക്കും. ഈ വട്ടമാണെങ്കിൽ കഷ്ണങ്ങൾ കുറവായതുകൊണ്ട് രാവിലെ ചമ്മന്തിക്കറിയാക്കി. നുഹാക്ക് ബ്രേക്ക്ഫാസ്റ്റായി ദോശയും ചമ്മന്തിയും സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഡലി ആൻഡ് സാമ്പാർ. ഇഡലി കൊടുക്കുന്നത് വൈകിട്ട് പരാതിയാക്കാതിരിക്കാൻ കൂടെ അവളുടെ ഫേവറേറ്റ് ഫ്രൂട്ടും വെച്ചിട്ടുണ്ട്. ഇപ്പൊ അമ്മ ആയിരുന്നാലും 4 കൂട്ടം കറി ടേബിളിന്റെ പുറത്ത് കണ്ടേനെ. പിള്ളേർക്കൊരു തങ്കം, അത്താക്കൊരു തങ്കം. അമ്മ ശീലിപ്പിച്ച ശീലങ്ങളിൽ നിന്നും എത്ര വേഗമാണെന്നോ അത്ത മാറിയത്. രാവിലെ എണ്ണീക്കുമ്പോഴൊരു ചായ, സുബഹി നിസ്കരിച്ചിട്ട് വരുമ്പോൾ ഒരു ചായ, 8:30 ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി ചോറ്, വൈകിട്ട് ചപ്പാത്തി മസ്റ്റ്. പാവം. ഇപ്പോൾ ഞാൻ താമസിച്ച് എണ്ണീറ്റാൽ എനിക്ക് ഉള്ള ചായ വരെ അത്ത അനത്തി വെക്കാറുണ്ട്. ഐ തിങ്ക് ഈ ഭാര്യയോടുള്ള സ്വാതന്ത്ര്യം, സ്നേഹം, അധികാരം പോലെ ലോകത്ത് മറ്റൊരാളോടും പറ്റൂല. ഈവൻ അത് മക്കളായാൽ പോലും. തിരിച്ചും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ബിലോ.